ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടം വരെയായി നിങ്ങളുടെയൊക്കെ ഓണാഘോഷ പരിപാടികളൊക്കെ? വണ്ടി പോകുന്നൊക്കെ സൗണ്ട് ഉണ്ടാവും വോയിസിൽ, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. കാരണം ചേച്ചിയുടെ വീട്ടിലാണ് ഞാനുള്ളതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ റോഡ് സൈഡാണ് വീട്. അപ്പം നമ്മളുടെ ഓരോ ദിവസത്തെ പൂക്കളും ഞാനിങ്ങനെ വീഡിയോ പിടിച്ചിടാറുണ്ട്. വീഡിയോ പിടിച്ചിട്ട് ഫോണിലിങ്ങനെ സൂക്ഷിച്ച് വെക്കും. അടുത്ത ഓണം വരെ നമുക്കത് കാണാമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഓണം. നമ്മളുടെ ദേശീയ ആഘോഷമാണല്ലോ, എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഓണം. ഓണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഒരുപാട് ഓർമ്മകളുണ്ടാവും. പൂക്കൾ പറിക്കാനും, ഓണസദ്യ ഉണ്ണാനും, ഓണക്കളികൾ, ഊഞ്ഞാലാട്ടം, ഇങ്ങനെയൊക്കെ ഒരുപാട് പല സ്ഥലത്തും പല രീതിയിലായിരിക്കും ഓണം ആഘോഷിക്കുന്നുണ്ടാവും അല്ലേ. നമ്മളുടെ ഓണത്തിന് പ്രത്യേകിച്ച് അങ്ങനെ ഊഞ്ഞാലൊന്നും കെട്ടാറില്ല കേട്ടോ. എന്നാലും 10 ദിവസം അത്തപ്പൂക്കളിടും. അതുപോലെ തന്നെ ഓണസദ്യ ഉണ്ടാക്കും. പിന്നെ അടുത്തൊക്കെ വായനശാലയിലും ഇന്ന് മുതലേ വായനശാലയിൽ അടുത്തൊക്കെ ഓണാഘോഷ പരിപാടികളൊക്കെ തുടങ്ങി. ബീച്ചിലെ കുട്ടികളൊക്കെ അവിടെ പോയിട്ടുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിലെ ഓണാഘോഷ പരിപാടി തുടങ്ങിയോ? എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഓണാഘോഷം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ആഘോഷമാണ് കേട്ടോ ഓണം. 10 ദിവസം പൂക്കളൊക്കെ ഇടുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പൂക്കൾ മൊത്തം നമ്മളുടെ പറമ്പിലുണ്ടായ പൂക്കളാണ്. നമ്മൾ തൊടിയിൽ നിന്നൊക്കെ കുട്ടികൾ പറിച്ചെടുത്ത പൂക്കളാണ്. പൈസ കൊടുത്ത് മേടിച്ചിട്ടൊന്നുമില്ല. ഉത്രാടത്തിനും തിരുവോണത്തിനും നമ്മൾ പുറത്തുനിന്ന് പൂക്കൾ മേടിക്കും. അത്ര വരെ നമ്മളുടെ പറമ്പത്തൊക്കെ ഇവിടെ ഇഷ്ടംപോലെ പൂക്കളുണ്ട് കേട്ടോ. ചെമ്പരത്തിപ്പൂ, ശംഖുപുഷ്പം, കോളാമ്പിപ്പൂ, ഓണപ്പൂക്കൾ, അങ്ങനെ ഒരുപാട് പൂക്കളുണ്ട് നമുക്കിവിടെ പറിച്ചെടുക്കാൻ വേണ്ടി. ഇന്നിപ്പോൾ മുള്ളും പൂ കിട്ടി. മറ്റേ പച്ച കാണുന്നത് ചീമോതിയുടെ ഇല അരിഞ്ഞിട്ടതാണ്. അങ്ങനെ ഒരുപാട് പൂക്കളുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.